ബില്ലുകളിൽ തീരുമാനമെടുക്കാത്ത ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് കേരളം സുപ്രീം കോടതിയിൽ ഭേദഗതി ഹർജി നൽകി. ബില്ലുകളിൽ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിക്കണമെന്നും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നുമാണ് കേരളത്തിന്റെ ആവശ്യം. ഹർജി ഫെബ്രുവരി 1 സുപ്രീം കോടതി പരിഗണിക്കും. ബില്ലുകളിൽ തീരുമാനമെടുക്കാതിരുന്ന ഗവർണറുടെ നടപടി അമിത ഭരണഘടനാധികാര പ്രയോഗമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 200-ലെ എത്രയും വേഗം എന്ന നിർവചനത്തിന് സമയപരിധി നിശ്ചയിക്കണം. ബില്ലുകളിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് ഗവർണർക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകണം. ഭരണഘടനാ ചുമതലകൾ നിറവേറ്റുന്നതിൽ ഗവർണർ പരാജയപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കണം. ഗവർണർമാർ ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നുമാണ് കേരളം ഭേദഗതി ചെയ്ത് നൽകിയ ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ. തീരുമാനമെടുക്കാതിരിക്കാൻ ഗവർണർക്ക് കഴിയില്ല. ഇത് സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് വിനിയോഗത്തെ ബാധിക്കും. സർക്കാരിയ കമ്മീഷൻ നിർദ്ദേശത്തിന് വിരുദ്ധവും അനുചിതവുമാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ തീരുമാനം. കേന്ദ്ര സർക്കാരിന് സൂപ്പർ നിയമസഭയുടെ അധികാരം നൽകുന്നതാണ് ഗവർണറുടെ നടപടി. നിയമാനുസൃതം സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളെ വീറ്റോ ചെയ്യാൻ ഗവർണർ കേന്ദ്ര സർക്കാരിന് അവസരമൊരുക്കി. അനുച്ഛേദം 200 അനുസരിച്ച് ബില്ലുകൾക്ക് അനുമതി നൽകുകയല്ലാതെ മറ്റു മാർഗം ഗവർണർക്ക് മുന്നിലില്ല. ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന നടപടിയോടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും സാമ്പത്തിക വിനിയോഗ സാധ്യത ഇല്ലാതായി. ഇത് ലക്ഷക്കണക്കിന് ജീവനക്കാരെ ബാധിക്കുമെന്നും കേരളത്തിന്റെ പുതുക്കിയ ഹർജിയിൽ പറയുന്നു. 8 ബില്ലുകളിൽ ഒപ്പിടാൻ വൈകിയ ഗവർണറുടെ തീരുമാനം ചോദ്യം ചെയ്താണ് കേരളം നവംബർ അവസാനം സുപ്രീം കോടതിയെ സമീപിച്ചത്. ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചതിനെതിരെ കേരളത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ വേണുഗോപാൽ സുപ്രീം കോടതിയിൽ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേരളത്തിന്റെ ഹർജി ഭേദഗതി ചെയ്ത് നൽകാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അനുമതി നൽകിയത്. റിപ്പോർട്ടർ, ഡൽഹി.